ഹലോ. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഏതാണെന്ന് അറിയാമോ? ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ആദ്യം തുടങ്ങുന്നതും പിന്നെ അവസാനിപ്പിക്കുന്നതുമായിട്ടുള്ള സാധനം. ലഞ്ച് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ തട്ടിമുട്ടിയൊക്കെ പോയിക്കോളും, എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ച് പോകും. പക്ഷേ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് ആകുമ്പോൾ നല്ല വിശപ്പ് വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കയ്യിലെത്തണ എന്തെങ്കിലുമൊക്കെ എടുത്ത് നിന്നാണ് എൻ്റെ ഡയറ്റ് എപ്പോഴും കൊളാകണത്. പക്ഷേ ഈ പ്രാവശ്യം ഞാനത് കരുതി കൂട്ടി അങ്ങനെയൊന്നും സംഭവിക്കില്ല, അങ്ങനെ ഞാൻ കഴിക്കില്ല എന്ന് കരുതിയാണ് ഈ പ്രാവശ്യം തുടങ്ങിയേക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സ്മൂത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് നമുക്ക് എന്തിനും വയറ് നിറച്ച് കഴിക്കണ്ട, പക്ഷേ അത് പ്രോട്ടീൻ റീച്ച് ആവുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മില്ലറ്റ്സ് ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ അതിലെ ഏറ്റവും ഫൈബർ ആൻഡ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനമാണ് ക്വിൻവ അഥവാ നമ്മുടെ തീന. പെട്ടെന്ന് തന്നെ നമ്മുടെ വെയിറ്റ് കുറയുകയും ചെയ്യും കേട്ടോ. എത്ര നമുക്ക് പെട്ടെന്ന് വയറും നിറയും വെയിറ്റും കുറയും. അപ്പോൾ ഇന്ന് നമ്മുടെ വയറ് നിറയുകയും ചെയ്യണം, എന്നാൽ വെയിറ്റും കൂടുകയും ചെയ്യാത്ത രീതിയിലുള്ള അടിപൊളി ഒരു ക്വിൻവ പുലാവ് ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ റെസിപ്പി എൻ്റെ ഒരു കണ്ടുപിടുത്തമൊന്നുമല്ല, ഞാൻ യൂട്യൂബിൽ തിരഞ്ഞപ്പോൾ ഒരു ഫേമസ് ഡയറ്റീഷ്യൻ ഉണ്ടാക്കുന്നത് കണ്ടതാണ്. പക്ഷെ അവരുടെ ഫ്ലേവർ വേറെ രീതിയിലാണ് ഇട്ടത്. അവർ പാവ് ഭാജി മസാലയാണ് നമ്മുടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന മസാലാസൊക്കെ ഇട്ടു. പക്ഷെ സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. ഒരു സാലഡും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ നമുക്ക് പുലാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാൻ. ചെറുജീരകമാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ സാധാരണ ഇങ്ങനത്തെ ജീരകം ആയിക്കൊണ്ട് അത് ഇട്ട് കൊടുത്തു. കാലാജീരകം അഥവാ കറുത്ത ജീരകം എന്ന് പറഞ്ഞ ജീരകം കേട്ടോ, ഇവിടെ കിട്ടിയതാണ്. പിന്നെ നമുക്ക് ജീരകം പൊട്ടി കഴിയുമ്പോഴത്തിൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, 2 വറ്റൽമുളകും കൂടി ഇട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പകുതി സവോള കുനുകുനാന്നരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഗോൾഡൻ കളർ വരുന്നത് സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പച്ചക്കറികളായ ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് ഇവ 3 കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കാം. ഇതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ പനീർ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് വെച്ചേക്കണത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പനീർ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് നമുക്കൊരു പ്രോട്ടീൻ കൂടുതൽ കിട്ടുമല്ലോ, അതുകൊണ്ട് വേണ്ടി പനീറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ പനീർ ക്വിൻവ പുലാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. എൻ്റെ കയ്യിലുള്ള എവറസ്റ്റിൻ്റെ ഗരം മസാല ആയിക്കൊണ്ട് ഞാൻ അതൊരു 1/4 ടേബിൾ സ്പൂൺ എവറസ്റ്റ് ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നെ എവറസ്റ്റിൻ്റെ തന്നെ ഒരു ബിരിയാണി മസാല ഉണ്ട്. എനിക്ക് ഇച്ചിരി നല്ലൊരു ഫ്ലേവർ കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ട് ഒരു എവറസ്റ്റിൻ്റെ ബിരിയാണി മസാല ഒരു 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ക്വിൻവ ഉണ്ടല്ലോ അതൊരു 3 മണിക്കൂറായിട്ട് ഞാൻ വെള്ളത്തിലിട്ടു. അത് മാത്രമല്ല ഒരു 4-5 തവണ നന്നായി കഴുകുക, അല്ലെങ്കിൽ ഒരു ചവർപ്പും കയ്പൊക്കെ ഉണ്ടാവും കേട്ടോ. നന്നായി കഴുകിയ ആ ക്വിൻവ 3 കപ്പാണ് എടുത്തേക്കണത്. ഈ ഒരു കപ്പിന് 3 കപ്പ്. ആ 3 കപ്പും ക്വിൻവ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് 3 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ 3.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം നമുക്ക് കൂട്ടി കൊടുക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെജിറ്റബിളും കൂടെ വേകാനുള്ള വെള്ളം വേണമല്ലോ. അപ്പോൾ ഞാൻ 3 പിന്നെ ഒരു 1/2 കപ്പും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പക്ഷെ അത് പാത്രത്തിൽ ഒഴിച്ചെന്നുള്ളൂ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു 3.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 20-25 മിനിറ്റ് വരെ നമുക്കിത് തുറന്നു നോക്കുമ്പോൾ നല്ലോണം വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് സൂപ്പറായിട്ട് ഇരിക്കണം കാണാം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കണം, കാരണം നമ്മൾ അടി പിടിച്ചിട്ടുണ്ടെന്ന് അറിയാനായിട്ട്. ഇപ്പോൾ നോക്കിക്കേ 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേനും ക്വിൻവയൊക്കെ വെന്തു, വെജിറ്റബിൾസൊക്കെ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു പുലാവ് പരുവത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് ഞാൻ സിമ്മിലിട്ടു. നമ്മുടെ തീ കുറച്ചിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് ഒരു 3-4 മിനിറ്റും കൂടെ കുറച്ച് വെള്ളം കൂടെ പറ്റിക്കോട്ടെ എന്ന് ഓർത്തിട്ട് കുറച്ച് അടച്ചു വെച്ചു കേട്ടോ. ഇത് ഏതായാലും സൂപ്പർ ടേസ്റ്റാണ്, വളരെ ലോ കലോറിയാണ്, വെയിറ്റ് ലോസിന് പറ്റിയ ഡിന്നറാണ്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ലഞ്ചായിട്ട് എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് തൈര് ഒഴിച്ച് ഒരു സാലഡും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ. അതും കൂടി ഒഴിച്ച് നമുക്കത് ഡിന്നറിലാകുമ്പോൾ നമുക്ക് ഏറ്റവും ലൈറ്റ് വേ ആയിട്ട് കഴിക്കണമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വയറും കുറയും കേട്ടോ. വയറും നിറയും, അടിപൊളിയാട്ടോ. എന്തായാലും ഒരു സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഈ മസാലകൾ, അത് ഗരം മസാല അങ്ങനെയുള്ള മസാലകളൊക്കെ ഇല്ലെങ്കിൽ പാവ് ഭാജി മസാല ഇട്ടാൽ മതി. എന്തായാലും അടിപൊളി സാധനം കേട്ടോ. സൂപ്പർ.